കല്യാണ ചെറുക്കന്റെ അമ്മ ഓമന. അപ്പൊ ക്യാരക്ടർ രജിസ്റ്റർ ആയ സ്ഥിതിക്ക് ഇപ്പൊ കണ്ടന്റോട്ട് വരാം. എന്റെ മോന് 40-41 വയസ്സുണ്ടെന്ന് അമ്മായിക്ക് അറിയാല. ഇന്ന് ആറ്റുനോട്ടിരുന്ന എന്റെ മോന്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് സമാധാനമായി. അമ്മായി ദോഷം പറയരുതല്ല. കാശില്ലാത്തൊരു വീട്ടിലെ പെങ്കൊച്ചിനായിട്ട് എന്റെ മോൻ കല്യാണം കഴിച്ചത്. ഒരു ഗതിയും പരഗതിയില്ല. വല്യമ്മങ്ങാട് വന്നപ്പോഴത്തേക്കും കുറച്ച് പേരില് വരടാത്തട്ട് 25 പേര് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോണാണ്ടായിരുന്നില്ലേ? ആരാന്ന് ഓർത്തിട്ടാ? എന്റെ മരുമോക്കടെ വീട്ടിൽ നിന്നേ അടുക്കള കാണാൻ വന്നവരാ. കഴിഞ്ഞ ആഴ്ച ഇല്ലാരും ചേച്ചിയുടെ മോക്കടെ വീട്ടിൽ നിന്ന് ഇതുപോലെ അടുക്കള കാണാൻ വന്ന്. എന്തുമാത്രം സാധനങ്ങളാ കൊണ്ടുവന്നേന്ന് അറിയാമോ? AC, TV, ഫ്രിഡ്ജ്, മിക്സി, വാഷിംഗ് മെഷീൻ. എന്റെ മരുമക്കളെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് 675 രൂപ വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് കറങ്ങളൊരു ഫാനേ. എടാ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാ വേണ്ട 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 എന്ന് പറഞ്ഞ് കറങ്ങളൊരു ഫാനില്ലേ? അത് നിന്റെ വീട്ടിലോട്ടാണ് പൊന്നുമോനെ ഇങ്ങനെ ഒരു ഫാനും കൊണ്ട് ആൾക്കാർ വന്നെങ്കിൽ നീ എന്തെങ്കിലും ചോദിക്കുവാ? ഞാൻ ചോദിക്കത്തില്ല. പക്ഷെ ഞാൻ ചോദിക്കും. അതാണ് ഈ ചോദിക്കുവാമന. ചോദിക്കുവാമന ചേച്ചി ബിരിയാണി റെഡിയായോ? ചോദിക്കുവാമന നിന്റെ അമ്മായിമനെ പോയി വിളിയടാ പട്ടി. അമ്മച്ചി സുരഭിലയാമങ്ങളെ മടിയിലുറാൻ പൂവിനെ മധുവിധുരാവുകളെ സുരഭിലയ അമ്മയെ വിളിച്ചതല്ല, ഞാൻ ഈ പൂങ്ങിനെ മണത്താ. നല്ല മണം. എടാ നിന്റെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വന്നവരെ അടുക്കള കണ്ട് അടുക്കള വാല അടച്ചിട്ട് പോരേടാ നിനക്ക് മധുവിധു. എന്താ വർത്താനമാണ് അമ്മച്ചി പറയണത്? അമ്മച്ചി എനിക്ക് 41 വയസ്സായി, മുതുക്ക് മുട്ടടിച്ച് നിൽക്കുന്ന ടൈമാണ്. അപ്പൊ പിന്നെ എനിക്കൊരു പെണ്ണ് കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഞാൻ പിന്നെ എന്താണ് അമ്മച്ചി ചെയ്യേണ്ടത്? എന്റെ കുഴപ്പം കൊണ്ടാണ് നിനക്ക് 41 വയസ്സായിട്ട് നീ ഇവിടെ നിന്ന് പോയത്. എന്ത് വർത്താനമാണ് അമ്മച്ചി പറയണത്? അമ്മച്ചിക്ക് അറിയാലോ അമ്മച്ചി, എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മുട്ടോളം മുടിയുള്ളൊരു പെണ്ണിനെ കെട്ടണോ. എന്നിട്ട് നിനക്ക് മുട്ടോളം മുടിയുള്ള പെണ്ണിനെ കിട്ടിയില്ലേ? എടാ എത്ര ആലോചന നിനക്ക് ആ ബ്രോക്കർമാര് കൊണ്ടുവന്ന്. നീ അതൊന്നും കേൾക്കാണ്ട് നിന്നിട്ടല്ലേ നിനക്ക് ഇപ്പൊ മുട്ടറ്റ മുടിയുള്ള പെണ്ണിനെ കിട്ടി. അതിൽ നീ സന്തോഷിക്കണ ചെറുക്കാ. ഞാൻ സന്തോഷിക്കുന്ന കാര്യം തന്നെയാണ്. പിന്നെ അമ്മച്ചിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, എന്റെ ചിക്കുവിനെ ഞാൻ നന്നായിട്ട് തന്നെ നോക്കും. ആരാ ചിക്കു? അതാരാ? ലക്ഷ്മി. വന്ന് കയറി എളുപ്പത്തിന് വേണ്ടിട്ട് ഞാൻ വിളിക്കുന്ന പേരാണ് ചിക്കു. നിങ്ങള് കേറിയില്ല പെങ്കൊച്ചിന്റെ പേര് മാറ്റിയല്ലേ ചെറുക്കൻ. ഇതിപ്പോ ആദ്യരാത്രി ഇപ്പൊ പെറ്റകളുടെ പേര് മാറ്റുവാണോ നിങ്ങൾ രണ്ടും? അമ്മച്ചിയുടെ പേര് മാറ്റേണ്ട കാര്യമുണ്ട്. അമ്മച്ചിക്ക് ഓൾറെഡി ഒരു പേരുണ്ടല്ലോ. എന്തോന്ന്? ചോദിക്കും ഓമന. അമ്മച്ചി പായിട്ട് ഒരു കട്ടിലിന്റെ കാര്യമില്ല, ഈ പായിലൊക്കെ കിടത്തേച്ചാ മതി. അയ്യോ കല്യാണം കഴിഞ്ഞപ്പോ തൊട്ടവന് പായിടേം കിടക്കണേം കാര്യം പറയാനുള്ള നേരം. അമ്മച്ചിയോട് പറഞ്ഞില്ലേ 41 വയസ്സായി, എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഇത്ര നല്ലിട്ട് ചിന്ത ഉണ്ടായിരുന്നോ? നിന്റെ കാര്യത്തിൽ എനിക്ക് ചിന്തയില്ലെന്നാ. എന്തോരം കഷ്ടപ്പെട്ടാടാ ഞാൻ നിന്നെ വളർത്തിക്കൊണ്ടുവന്നത്. എന്നിട്ട് നിന്റെ കല്യാണം വന്നപ്പോ നീ എന്റെ കാര്യം മറന്ന് നീ മറ്റുള്ളതിനെ കുറിച്ച് ഒരു നോക്ക് ഓർത്തില്ല. തന്തയില്ലാണ്ട് ഇത്രയും കാലം വളർത്തി എത്തിച്ചിട്ട് നിന്റെ കല്യാണമായിട്ട് നീ എന്നെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാടാ? നീ ഒന്ന് ചിന്തിച്ചാ? എന്റെ അമ്മച്ചി ഞാൻ അമ്മച്ചിനെ എങ്ങനെ പറഞ്ഞെന്നാ ഈ പറയുന്നത്? എടാ നിന്റെ പെണ്ണിന് നീ ഒരു കുന്നാരം മുല്ലപ്പൂ മേടിച്ചു കൊടുത്ത് നോക്കമ്മായി എനിക്ക് മേടിച്ചു തന്നേക്കണ പൂ നോക്കുന്നത് മുല്ലപ്പൂവിനോട് ഇത്രയും ഭ്രാന്തുള്ള ഒരു കല്യാണ പെണ്ണിന് തല പിന്നെ മുല്ലപ്പൂ വേണ്ടേ? പിന്നല്ലാതാ ഒരു പെണ്ണ് വന്ന് കയറിയപ്പോ അവന്റെ കുന്തളിപ്പങ്ങാട് നോക്കിയേ. അമ്മച്ചി ചിക്കോമ്മയും ചിക്കോച്ചൻ എന്തായി? ചിക്കോമ്മയും ചിക്കോച്ചൻ ആ ചിക്കൻ എന്താന്നില്ല കലവർക്കാരനെ വിളിച്ചു നോക്കി. അമ്മ ചിക്കൻ എന്താന്നല്ലേ ചോദിച്ചത്? ചിക്കോമ്മയും ചിക്കോച്ചനും. എന്റെ ചിക്കുന്റെ അമ്മയും അച്ഛനെ ഞാൻ വിളിക്കുന്ന പേരാണ് ചിക്കോമ്മ ചിക്കോച്ചൻ. അയ്യോ ഈ ചെറുക്കന്റെ ഒരു കുന്തളിപ്പ് നോക്കിയാ ഞാൻ അവരെയൊന്നും കണ്ടൊന്നുമില്ല. ഞാൻ ആ പെങ്കൊച്ചിനോട് രണ്ട് വർത്താനം പറട്ടെ. 675 രൂപ ഫാൻ്റെ കല്യാണത്തിന് അമ്മായിയമ്മയെന്ന് പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞിരിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണും. ഒരു ഇഞ്ച് അങ്ങോട്ട് മാറി കഴിഞ്ഞാ ഇവിടെ എടോ ചന്ദ്ര. എടോ ചന്ദ്രനല്ല, അപ്രീഷിയേറ്റ് ചന്ദ്രൻ അങ്ങനെ വിളിക്കണം എന്നെ. അങ്ങനെ വിളിക്കുന്നത്? അതായത് ഞാൻ എവിടെ പാചകത്തിന് ചെന്നാലും നാട്ടുകാര് അവിടെയുള്ള ആൾക്കാർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുമല്ലോ. അങ്ങനെ ആരാധന മുത്ത് ഞാൻ എനിക്ക് തന്നെ കിട്ട പേരാണ് അപ്രീഷിയേറ്റ് ചന്ദ്രൻ. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ സ്വയം പൊങ്കി എന്ന് പറയും. അങ്ങനെ വിളിക്കാറുണ്ട് ചിലര്. പിന്നെ വേറൊരു കാര്യം എന്താണ്? എനിക്കറിയാവുന്ന കാര്യമാണല്ലോ. എന്താ? ഇന്ന് എന്റെ കല്യാണം നടന്ന ദിവസമാണ്. അതിന് മറുവീടിന് വേണ്ടിട്ട് എന്റെ ബന്ധുക്കളെല്ലാം വന്ന് നിൽക്കുവാണ്. അപ്പൊ ബിരിയാണിയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യട്ടെ. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചല്ലോ. എല്ലാം സെറ്റ് ചെയ്ത് ഡം അടിച്ച് കണ്ട മൈദാമാവ് ഒട്ടിച്ച് വെച്ചിട്ടല്ലേ ഞാൻ പുറത്തോട്ട് പോയത്. ആണല്ലേ? അറിയാൻ ഞാൻ പുറത്തോട്ട് പോയപ്പോഴേ കാർ ഓടിച്ചോണ്ടിരുന്നപ്പോ എനിക്കൊരു കോള് വന്ന് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന്. ഞാൻ ഉടനെ കോൾ അറ്റൻഡ് ചെയ്ത്, നിങ്ങൾ ഡ്രൈവിംഗ് ചെയ്യുകയാണെങ്കിൽ ഒന്നിൽ അമർത്തുക. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മളെ കള്ളമൊന്നും ചെയ്യില്ലല്ലോ, ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഞാൻ നേരെ ഒന്നിൽ അങ്ങ് പ്രസ് ചെയ്ത് തൊട്ട് പറയാ കിണുക്കോ എന്ന് പറഞ്ഞൊരു മെസ്സേജ്. അത് മോട്ടോർ വാഹന വകുപ്പിന്റെ. വാഹനം ഓടിച്ചോണ്ടിരുന്നതിന്റെ ഇടയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് 2500 രൂപ പിഴയെന്ന്. ഇതാണ് പ്രശ്നം. എന്തോന്ന് ന്യായം നോക്കിയാണത്? ദൈവമേ, ഈ ഒരു മോട്ടോർ വാഹന വകുപ്പ് നമ്മൾ മിണ്ടാൻ വേണ്ടി കാത്തിരിക്കുക. പെറ്റിയടിക്കാൻ സത്യം പറഞ്ഞ ടാറ്റു അടിച്ച് പുറത്തോട്ടൊക്കെ പേടിയാണ്. നമ്മൾ ഓൾട്രേഷൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നെ പെറ്റിയടിച്ച് വെക്കും. പക്ഷെ അവർ പെറ്റിയടിക്കാത്ത ഒരേ ഒരു വാഹനമുള്ളൂ. ഏത് വാഹനം? അവരുടെ വാഹനം. അവരുടെ വാഹനത്തിന്റെ
പൊല്യൂഷൻ ഇല്ലേലും പേപ്പറില്ലേലും ഒരു കാരണവശാലും അവര് വെട്ടിയടിക്കത്തില്ല. ഒരു കുഴപ്പമില്ല. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അമ്മയുടെ മോന്റെ പിടിവാശി ഇത്തിരി കുറയ്ക്കണം. അതായത് ഒന്നാമത് അറിഞ്ഞുകൂടാതാണ് ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം. അറിഞ്ഞുകൂടാതെ? അതല്ല, വലിയ കഷ്ടപ്പെട്ടാണല്ലോ ബിരിയാണി ഉണ്ടാക്കി വെച്ചേക്കണം. അതിന്റെ ഇടയിൽ ബിരിയാണി കഴിച്ച് കഴിഞ്ഞ ഉടനെ പാൽപ്പായസം വേണം കൂച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ എന്റെ തലയെ കൊണ്ട് വെക്കല്ലേ. എന്റെ പൊന്നു സുഹൃത്തെ ചിക്കൊമ്മ ചിക്കൊച്ചനും വരുന്നിട്ടുണ്ട്. ചിക്കൊമ്മ ചിക്കൊച്ചൻ എന്റെ ഭാര്യയുടെ അച്ഛന്റെ പേരും അമ്മയുടെ പേരും പറഞ്ഞു ചിക്കൊമ്മ ചിക്കൊച്ചൻ. എന്തൊരു വൃത്തികെട്ട പേരുടെ നിനക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ സംസാരിക്കും? അങ്ങനെ സംസാരിച്ചെന്താ കുഴപ്പം? അപ്പൊ അവര് വന്ന് ബിരിയാണി കഴിച്ചു കഴിയുമ്പോ നാക്കിന്റെ തുമ്പത്തിത്തിരി മധുരം വേണം. അതിന് വേണ്ടിട്ടാണ് പറഞ്ഞു നമുക്ക് ഈ പായസം കൂടെ വേണം. അതിനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1.5 മണിക്കൂറായി ഞാൻ ചൗരി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട്. ബോംബെന്ന് വന്ന ചൗധരി എടുത്ത് നിങ്ങൾ വെള്ളത്തിലിട്ടു? ചൗധരി എടുത്ത് വെള്ളത്തിട്ട്. എന്റെ ബോസായിരുന്നു ചൗധരി. പായസത്തിലൊക്കെ ഒരു വെള്ള കുരി കിടക്കൂലേ? ആ ചൗധരി എടുത്ത് വെള്ളത്തിട്ട് 2 മണിക്കൂർ കൊണ്ട് ഞാൻ അതിന്റെ അടിയിൽ തീയിട്ട് വേവിച്ചോണ്ടിരിക്കുന്നു. എന്റെ പൊന്നു ദൈവമേ, 2 മണിക്കൂർ കൊണ്ട് ഇളക്കിയിട്ട് സാധനം വേവണില്ല. മാട്ടക്കടയിൽ നിന്ന് ചൗരിയൊക്കെ മാടിച്ചോണ്ട് വന്നിട്ട് സാധനം ചീത്തയായിട്ട് അവസാനം എന്റെ തലയെ കൊണ്ട് വെക്കല്ലേ. ഞാൻ മാട്ടക്കടയിൽ നിന്നൊന്നും സാധനം മേടിച്ചോണ്ട് വരത്തില്ല. നല്ല ഒന്നാന്തരം ചൗരിയെ മേടിച്ചു വെച്ചത്. ഇത് എവിടെ നിന്ന് എടുത്ത് ഇട്ടത്? നമ്മളെ അലമാരയുടെ അങ്ങറ്റത്തൊരു വെള്ളട്ടിന്നിരുന്നില്ലേ, ഒരു ചുമന്ന അടപ്പൊക്കെയുള്ള ഏകദേശം 1 കിലോ ചൗരി വരും. ഞാൻ അതിനെ എടുത്തിട്ടല്ലേ വേവിച്ചത്. അമ്മച്ചിയുടെ മുത്തുമാല പൊട്ടിയെല്ലാം കുപ്പിക്കകത്തിട്ട് വെച്ചിരുന്നതാ. അതെടുത്തിട്ടാണ് ഒരു പാചകക്കാരൻ വന്നിട്ട് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. താൻ എവിടുത്തെ പാചകക്കാരനാണോ? 15 മിനിറ്റും കൂടെ കഴിക്കണമായിരുന്നു. എന്റെ ശർക്കര ചീവിയിട്ട് ഞാൻ കോരി കൊടുത്തത്. ആൾക്കാരുടെ ഊപ്പാട് വന്നേരെ. കുറച്ച് കഴിയുമ്പോ അങ്ങോട്ട് മണിയറയിലോട്ട് കയറുമല്ലോ. ഇല്ലല്ലാതെ 40 വയസ്സായില്ലേ ആണല്ലോ അതിനകത്ത്. ബാക്കിയുള്ള ഇവിടെ അണ്ടാവും കഴുകി ചരുവവും കഴുകി ഇങ്ങനെ. ഒരു കാര്യം ചെയ്യും, ഇയാള് മണിയറയിലോട്ട് പോകും, ഞാൻ ഇവിടെ അണ്ടാവ് കഴുകാം. 3 പാത്രമുണ്ട്. എങ്ങോട്ട് പോവുകയാണോ? ഒരു ആശ തന്നെയല്ലേ? ഒരു ആശ തന്നെ പറഞ്ഞിട്ട് ഓടി അങ്ങോട്ട് പോവുകയാണോ ചെയ്യേണ്ടത്? എടാ, നേരം വിളിക്കണവരെ കൊതു കടിച്ച് ചാവാനാടാ. ഞാൻ പറഞ്ഞോട്ടെ, എന്റെ ചിക്കൊമ്മയും ചിക്കൊച്ചനും നീ ആ പേരൊന്ന് നിർത്തല. എനിക്ക് ഇറിറ്റേഷൻ തോന്നുന്നത് കേൾക്കുമ്പോ. ഞാൻ പറഞ്ഞോട്ടെ, അവര് വന്നിരിക്കുന്ന ദിവസമാണ്. നല്ല അരിയിട്ടാണോ ഈ ബിരിയാണി വെച്ചിരിക്കുന്നത്? എന്റെ ഓമനക്കുട്ടാ. ഓമനക്കുട്ടാന്ന് എന്നെ വിളിക്കരുത്. അതങ്ങനെ എന്നെ വിളിക്കരുത്. പിന്നെ എനിക്ക് നല്ല ഒന്നാമതൊരു പേരുണ്ട്. എന്തോന്ന്? ദിൽജിത്ത്. ഏത് ബേക്കറിന്ന് വാങ്ങിച്ചത്? എന്തോന്ന്? ദിൽഖുഷ്. ദിൽഖുഷ് അല്ല, എന്റെ പേരാണ് പറഞ്ഞത് ദിൽജിത്ത്. ദിൽജിത്തിന്റെ അമ്മ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഓമനയമ്മ പറഞ്ഞായിരുന്നു, മോന്റെ കല്യാണമാണ്, മണിമണി പോലത്തെ അരിയിട്ട് വേണം ബിരിയാണി വെച്ച് കൊടുക്കാൻ, ഒരു കുറവും വരരുതല്ലോ. അങ്ങനെയാണ് ഞാൻ ചെയ്തത് കേട്ടോ. മണിമണി പോലത്തെ അരിയിട്ടാണ് ബിരിയാണി വെച്ചിരിക്കുന്നത്. അപ്പൊ കഴിക്കുന്നവരെല്ലാരും മിക്കവാറും കിണികിണി എന്ന് പറഞ്ഞ് നടക്കേണ്ടി വരും. അതെങ്ങനെ? മണിമണിയാണല്ലോ, അപ്പൊ പിന്നെ കിണികിണിന്ന് കേൾക്കാതിരിക്കുവോ? താനല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. എത്ര വയസ്സായി? 41 വയസ്സ്. ലാസ്റ്റ് ചാൻസ് ആണ്. ഇനി കിട്ടൂലായിരുന്നു പെണ്ണ്. കിട്ടൂലായിരുന്നു. കെട്ടിയാ കെട്ടി. പിന്നെ ബിരിയാണി എല്ലാം സെറ്റ് ആക്കിയിരിക്കുവാണല്ലോ. എല്ലാം സെറ്റ് ചെയ്തു. മിച്ചം വന്ന നെയ്യ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞ് ഞാൻ ഇവിടെ മൊത്തം നോക്കി കണ്ടില്ല. അലമാര ചെന്ന് നോക്കണം മിസ്റ്റർ. അത് പറയണായിരുന്നു. എന്ന് നോക്ക്. എന്തോ എന്റെ വീട് അറിയാം? ഇല്ല. എന്റെ വീട്ടിലെ അലമാരയിലാണ്. അതും പൊട്ടിച്ചോണ്ട് പോയേക്കുവാണ്. മോഷണമെന്ന് പറയരുത്. താങ്കളൊരു കള്ളനാണ്. ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത നിരാലംബരായ ഒരു 3-4 പേർക്ക് ഞാൻ ആഹാരം വെച്ച് കൊടുക്കുന്നുണ്ട്. മനസ്സിലാക്കണം, അത് മോഷണമല്ല. ഞാൻ അറിഞ്ഞില്ല. അനാഥാലയത്തിലുള്ള ആൾക്കാർക്കാണ് വേണ്ടിയിട്ടാണ്. ഇതെവിടെ ഈ അനാഥാലയ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? എന്റെ ഭാര്യ 3 മക്കളും. പാവമാണ് അവര്. ഒട്ടും വയ്യടാ അതിന്. ബിരിയാണി വെച്ച് വയ്യ, തളർന്ന് വയ്യ. നിനക്ക് വയ്യ. അതാണ് നിന്റെ ഏറ്റവും വലിയ കുഴപ്പമാണ്. ഇവിടെ നന്നായിട്ടൊക്കെ താൻ ബിരിയാണി ഉണ്ടാക്കുവോ? 36 കൊല്ലമായി ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. ഇതിന്റെ ഇടയിൽ ചീത്തയായതും പഴയതും പൊളിഞ്ഞതുമായിട്ടുള്ള ഒരുപാട് ബിരിയാണി ഞാൻ ഉണ്ടാക്കി തള്ളിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഒരു സിഗരറ്റും ഇല്ല. സിഗരറ്റും ഇല്ലെന്നല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇവിടുന്ന് എടുത്തില്ല ഒരു കവറ്, അതിനകത്ത് സിഗരറ്റ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞത്. അതാണ് നല്ലത്. എന്താടാ ഇത്? ഇത് മൊത്തം കുളമായേ. ചടക്കിന് വന്ന് ആരുടെ തലയിറത്തോട്ട് വന്നേക്കുന്നേ. എന്തോരം മുടിയുള്ള പെണ്ണ് വേണമെന്നാ പറഞ്ഞ? മുട്ടോളം മുടിയുള്ള പെണ്ണ്. അതെ, നിന്റെ മുട്ടാള മുടിയുള്ള പെണ്ണിന്റെ മുടിയുള്ള പെണ്ണിന്റെ മുടി ഞാൻ കിടക്കണം. എടാ, അവളെ കുളിക്കാൻ നേരത്തെ അവിടെ ഊരിയിട്ട് വെച്ച വിഗ്ഗാടാ ഇത്. വിഗ്ഗായിരുന്നു. എന്നാലും എന്റെ ഭഗവാനെ, മൂത്ത മുതുകനായിട്ട് നിന്ന് എന്റെ ചെറുക്കൻ ഒരു തിരുപ്പാച്ചിനാണല്ലോ കിട്ടിയത്. പിന്നെ തലയിൽ തിരുപ്പനും വെച്ചോണ്ട് നടക്കണോളെ ഞാൻ ഭാഷയെന്ന് വിളിക്കുക. എടാ, ഇയാള് വലിയ വർത്താനം പറയാണ്ട് ബിരിയാണി വിളമ്പാനുള്ള ആൾക്കാരെ ഇങ്ങോട്ട് വിളിയോടോ. ബിരിയാണി വിളമ്പാൾ ആൾക്കാരെ വിളി. ആര് വിളിക്കാൻ? ഇവിടെ താനല്ലേ പറഞ്ഞ കാറ്ററിംഗിലുള്ള ആൾക്കാരെ മൊത്തം താങ്കോട്ട് വരാത്. എന്നോട് കാശ് എണ്ണി മേടിച്ചപ്പോ താനല്ലേടോ പറഞ്ഞ വിളമ്പുകാരെ എല്ലാരും ഞാൻ കൊണ്ടുവന്നോളാന്ന്. അമ്മച്ചിയോട് പറഞ്ഞപ്പോ ഞാൻ കേട്ടതാണ് കാറ്ററിംഗിലുള്ള എല്ലാം താനേറ്റെന്ന്. അത് കാറ്ററിംഗ് എന്നാണ് പറഞ്ഞത്. അലിച്ചു ഞാൻ കേട്ട എന്തെന്നറിയാ, കേട്ടറിഞ്ഞു നിന്നെല്ലാം ചെയ്യണമെന്ന്. ഇതുപോലൊരു മരപ്പൊട്ടനെയാണ് അമ്മ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് കൊണ്ടുവന്നത്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ബിരിയാണി വിളമ്പാൾ ആൾക്കാരൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തേക്കാം. ചെമ്പ് പൊട്ടിക്ക് മാറി നിൽക്കാൻ പറ്റി. ഒട്ടിക്കങ്ങോട്ട്. ദൈവമേ, വിളമ്പാ സമയമായോ മച്ചി? നോക്കോടെ. ഓ എന്നാ
എന്നാ അരി? ചെറിയൊരു അക്കടി പറ്റി കേട്ടോ. ചെറിയൊരു അക്കടി പറ്റി. അരി ഇട്ടില്ലേ? അരി ഇടാതിരിക്കും. അരിയല്ലേ നമ്മൾ ആദ്യം ഇടുന്നത്. ചിക്കൻ ഇട്ടില്ല? ചിക്കൻ ഇട്ടല്ല, ചിക്കൻ മസാലയിൽ മിക്സ് ചെയ്ത് കേട്ടല്ല. അണ്ടിപ്പരിപ്പ് കിസ്മിസ് അതെല്ലാം കൂടെ വറുത്ത് തട്ടിയല്ലോ ഞാൻ ഇവിടെ. വെള്ളം വെള്ളം ഒഴിച്ചാലേ നമുക്ക് ഇത് ഇടാൻ പറ്റുള്ളൂ. അടുപ്പിന് തീ കൊടുത്തില്ല? എല്ലാം ചെയ്ത് മിസ്റ്റർ. ഇതെന്താ ഇപ്പൊ ഇവിടെ ചോദിക്കേണ്ട കാര്യം? അല്ല, സാധാരണ ക്ലൈമാക്സിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പറയുന്നത്, അതുകൊണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. മറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ടു. അടിയിൽ തീയിട്ടപ്പോഴേ ശകലം തീ കൂടി പോയി. അയ്യോ, തീ കൂടി പോയെന്നാ? ശകലം തീ കൂടി പോയി. അതുകൊണ്ട് ഇപ്പൊ എന്ത് പറ്റി? അടി പിടിച്ചത്. ബിരിയാണി അടി പിടിച്ചത്. താനിത് എവിടുത്തെ പൊട്ടനാണോ? എനിക്കറിഞ്ഞൂടി അടി പിടിക്കണമെന്നുള്ള കാര്യം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് പഞ്ചസാര കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ടേ തലട്ടിച്ചാൻ പൊളിക്കും ഞാൻ. കേസരി എന്ന് പറഞ്ഞു കൊടുത്താലോ? ഒരു അടിക്കാൻ മാറിയിട്ട് വയ്യ. ഞാൻ ഓടിച്ചെന്നൊരു ഹോട്ടലിൽ നിന്ന് അഞ്ചാറ് ബിരിയാണി വാങ്ങിച്ചോണ്ട് വരട്ടെ. രാത്രി 9 മണിയായപ്പോഴത്തേക്ക് നിന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന 400 ബിരിയാണി. ബുദ്ധിയില്ലടാ പൊട്ട. അടിക്കല്ലേ. എടീ, എന്തെങ്കിലും ഒരു പോംവഴി പറയല്ലേ? ഞാനൊരു കാര്യം പറയുവാണ്, മര്യാദക്ക് ഇത് ശരിയാക്കിയില്ലെങ്കിൽ നിന്റെ ചെവുക്കല്ലി അടിച്ചു അല്ല, നിങ്ങൾക്ക് നാണക്കേടില്ലാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യാം. അതാണല്ലോ ഈ അപ്രീഷിയേറ്റ് ചന്ദ്രന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. വെളിച്ചെണ്ണ ഉണ്ടോ? വെളിച്ചെണ്ണയുടെ ഇപ്പൊ ക്ലിയർ ചെയ്ത് കൈ തരും. എട്, 36 വർഷമായടാ ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. അതിന്റെ ഇടയിൽ 36 വർഷത്തിന്റെ കണക്ക് പറയില്ല. വാ ഇങ്ങോട്ട് തിട്ട്. രണ്ടുപേരും ഉള്ളം കയ്യിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചേ. തേച്ച് പിടിപ്പീരേ. ശകലം എടുത്ത് ഇവിടെ ഒന്ന് ടച്ച് ചെയ്തേക്കണം. ടച്ച് ചെയ്ത് ചൊറിച്ചിലും വല്ലതും ഉണ്ടോ? ഇല്ല. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ ശകലം വെളിച്ചെണ്ണ എടുത്ത് കാലിന്റെ ഉള്ളം കാലിലും തേച്ച് പിടിപ്പിച്ചേ. നന്നായിട്ട് തേച്ച് പിടിപ്പീരേ. ബിരിയാണി അടി പിടിക്കുമ്പോ എങ്ങനെ രക്ഷപ്പെടാന്നുള്ള സാധനമാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ബിരിയാണി അടി പിടിക്കുന്നതിന് എന്തിനാണ് ഈ കാലിന്റെ അടി തേച്ച് പിടിപ്പിക്കുന്നത്? ക്ലിയർ ചെയ്ത് പോയി എല്ലാം വെച്ചല്ല. ബിരിയാണി അടി പിടിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മളിങ്ങനെ ഡമ്മിന്റെ അടപ്പ് തുറക്കുക. എന്നിട്ട് പതുക്കെ ഇങ്ങനെ നൈസ ഇങ്ങനെ ഇളക്കുക. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നിട്ട് തലയില കെട്ടഴിക്കണം. കെട്ടഴിച്ചാലേ നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് അങ്ങനെ കെട്ടഴിച്ച് വെച്ചിട്ട് രാജേഷ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.